Hi everyone. Calicut University first semester MCOM ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റിത്തെ ഓരോ കൊല്ലത്തെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒ ബിയിൽ നമുക്ക് വരുന്ന 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 23 വരെയുള്ളതാണ് ഇതിന് മുന്നിലത്തെ വീഡിയോസിൽ നമ്മൾ നോക്കിയത്. പക്ഷേ 2020-21 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല. ഓക്കെ, സോ നമുക്ക് 2022 അതേപോലെ തന്നെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാം. ഓക്കെ, സോ 2023 നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് TQM പറഞ്ഞ എന്താണ് എന്നുള്ളത്, അതേപോലെ തന്നെ പ്ലാനിംഗ് പ്രിമിസസ് എന്താണ്, ദെൻ സോഷ്യൽ പെർസെപ്ഷൻ എന്താണ്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് നോംസ് എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ട്, ദെൻ ടീം മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവാണെങ്കിലോ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് എന്താണ്, ദെൻ അതേപോലെ തന്നെ ഡിഫറെന്റ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്താണ്, ദെൻ അതേപോലെ തന്നെ പ്രോസസ് ഓഫ് കൺട്രോളിങ് എന്തൊക്കെയാണ്, ദെൻ അതേപോലെ തന്നെ കീ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ദെൻ ഹൗ വി ക്യാൻ ഓവർകം ദ റെസിസ്റ്റൻസ് ടു ചേഞ്ചസ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ദെൻ വാട്ട് ആർ ദ ബേസ്ഡ് ആൻഡ് സോഴ്സസ് ഓഫ് പവേഴ്സ് എന്തൊക്കെയാണ്, ബേസ് ആൻഡ് സോഴ്സസ് ഓഫ് പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. ദെൻ സെക്ഷൻ സിയിലോട്ട് പോവുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ടും, ദെൻ ഡിഫറെന്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളത്, ദെൻ മോട്ടിവേഷൻ എന്താണ്, ദെൻ ഡിഫറെന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്തൊക്കെയാണ്, ദെൻ ഡിഫൈൻ ഗ്രൂപ്പ്, ദെൻ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്, ദെൻ വാട്ട് ഡു യു മീൻ ബൈ പ്ലാനിംഗ്, ദെൻ എക്സ്പ്ലെയിൻ ദ പേർപ്പസ് ആൻഡ് പ്രോസസ് ഓഫ് പ്ലാനിംഗ്. ഇതൊക്കെയാണ് 2022 വന്നത്. ദെൻ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 2023 വന്നതാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് TQM എന്താണെന്നുള്ളത്, ദെൻ കേസ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്താണ്, ദെൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ദെൻ അതേപോലെ തന്നെ ഓർഗനൈസേഷൻ മോഡൽ ഓഫ് സെൽഫ് മാനേജ്മെന്റ് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ട്, ദെൻ കോൺസിക്വൻസസ് ഓഫ് മെന്റൽ ഹെൽത്ത് ഓഫ് പ്രോബ്ലം ഇൻ ദ വർക്ക് പ്ലേസ് എന്തൊക്കെയാന്നുള്ളത്, ദെൻ എഫക്റ്റീവ് ടീംസിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്യാനായിട്ട്, ദെൻ ഓർഗനൈസേഷണൽ കൾച്ചറിന്റെ ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ക്വാളിറ്റി സർക്കിളിന്റെ ഫീച്ചേഴ്സ്, ദെൻ ബെഞ്ച് മാർക്കിംഗ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, ദെൻ ലെവൽസ് ഓഫ് ഹൈപ്പോത്തിസിസ് പ്രോസസ് എന്താണ്, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ വാട്ട് ആർ ദ സ്ട്രാറ്റജി ഫോർ എൻഗേജിങ് മെമ്മറി എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്നുള്ളത്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്താണ്, ദെൻ ക്വാളിറ്റീസ് ഓഫ് ലീഡർ എന്താണ്, ദെൻ ഓർഗനൈസേഷണൽ ലീഡർഷിപ്പിന്റെ ടെക്നിക്സ് എന്താണ്. ഇതൊക്കെയാണ് പാർട്ട് ബിയിൽ വന്നത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടീം മാനേജ്മെന്റ് സ്റ്റെപ്സ്, ദെൻ പേഴ്സണാലിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ദെൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ എക്സ്പ്ലെയിൻ ആൻഡ് ഇവാലുവേറ്റ് ദ മോഡേൺ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് എന്നുള്ളതൊക്കെയാണ് പാർട്ട് സിയിൽ വന്നത്. ഓക്കെ, മറ്റുള്ള 2020 അതേപോലെ തന്നെ 21 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇതിന്റെ മുന്നിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.